ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് കളർ തിയറി എന്നുള്ളതാണ്. കളർ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റും അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു തിയറിയാണ് കളർ തിയറി എന്ന് പറയുന്നത്. അത് സ്റ്റുഡൻസ്, ആർട്ടിസ്റ്റ് മീൻസ് ഈ പ്രൊഫഷൻസിൽ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് ഷെയർ ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് ബേസിക് കളറും കളർ കൺസെപ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഡിജിറ്റൽ കളറും അതുപോലെ പ്രൈമറി കളേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു സോഫ്റ്റ്വെയർ പഠിക്കുന്നതിന് മുമ്പ്, മീൻസ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പ്. സോ ഫോട്ടോഷോപ്പിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു കളർ തിയറി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കളർ തിയറി എന്താണ്? കളർ വീലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് കളർ തിയറി എന്ന് നോക്കാം. കളർ എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് ഓഫ് ആർട്ടിനെയാണ് നമ്മൾ കളർ എന്ന് പറയുന്നത്. കളർ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കളർ വീൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഉദാഹരണം പ്രൈമറി കളേഴ്സ് ഉണ്ട്, റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ. നമുക്ക് ഈ കാണാൻ പറ്റുന്നതാണ് റെഡ്, ബ്ലൂവും യെല്ലോ. അത് പ്രൈമറി കളേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. സെക്കൻഡറി കളേഴ്സ് ഉണ്ട് നമുക്കതിന്, അത് പലത് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൈമറി കളർ കിട്ടുന്നത്. സെക്കൻഡറി കളറിൻ്റെ അകത്ത് ഗ്രീന്, പർപ്പിള് അങ്ങനെയുള്ള കളേഴ്സിനെ കമ്പൈൻ ചെയ്യുന്നത്. ഇതിനെ വീണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ടെറിഷറി കളേഴ്സ് കിട്ടും. ഉദാഹരണത്തിന് റെഡ്, ഓറഞ്ച് അങ്ങനെയുള്ള കളേഴ്സ് കിട്ടും. വാം ആൻഡ് കൂൾ കളേഴ്സ്. അപ്പോൾ നമുക്ക് അറിയുന്നില്ല, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വാം കളേഴ്സും കൂൾ കളേഴ്സും പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹ്യൂ ഉണ്ട്, വാല്യൂ ഉണ്ട്, സാച്ചുറേഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻസ് ആണ് കളറിൻ്റെത്. കളർ വീലിൻ്റെ അകത്ത് നമുക്ക് പ്രൈമറി കളർ എടുക്കാം, സെക്കൻഡറി കളർ എടുക്കാം, കളറിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം, കളർ സാച്ചുറേഷൻ അതേപോലെ തന്നെ കോംപ്ലിമെൻ്ററി കളേഴ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും.